പരിഹാരമാകാതെ LDF-ലെ പ്രതിപക്ഷ ഉപനേതാവ് തർക്കം. സമവായത്തിനായി കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന നിലപാടിലാണ് CPI. എത്ര വലിയ സമ്മർദ്ദമുണ്ടായാലും പദവി വിട്ടു നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് CPIM ഉള്ളത്. പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യതയും കാണുന്നുമില്ല. TV പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പറയാനുള്ളത് പിണറായി വിജയനും ബിനോയ് വിശ്വവും എല്ലാം നിലപാടായി പുറത്ത് മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ കേൾക്കെ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇനി എന്തെങ്കിലും ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടോ? അപ്പോൾ ഈ CPIയും CPM-ഉം തമ്മിലുള്ള ഈ ഒരു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഈ ഒരു സമരത്തിന്, ഈ ഒരു തർക്കത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരം ആകുക ഇനി, പ്രസാദ്? ഷിഹാസെ, ഗുഡ് മോർണിംഗ്. CPM CPI തർക്കം മറ്റു തലത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതിനിടയിൽ CPI ഇനി പരസ്യമായി ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ഏതാണ്ട് എത്തിയതുമാണ്. അതിന് പിന്നാലെയാണ് ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതിന് പിന്നാലെയാണ് അതുവരെ പൊതുമണ്ഡലത്തിലില്ലാത്ത ഒരു വിഷയം പിണറായി വിജയൻ നേരിട്ട് കൊണ്ടുവരുന്നതും പ്രതിപക്ഷ ഉപനേതൃ പദവി അത് CPIM-ന് തന്നെയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. കാരണം ആ സമയത്തൊന്നും ഉഭയകക്ഷി ചർച്ച പൂർത്തിയായിരുന്നില്ല. പിന്നീടും CPI സംസ്ഥാന സെക്രട്ടറിയും CPIM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കെയാണ് ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന പ്രസ്താവനയിൽ പ്രകോപിതനായ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് CPI വിശ്വസിക്കുന്നത്. പരസ്യമായി തന്നെ CPIയെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് അത് എന്നാണ് CPIയിലെ മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. വിഷയത്തിൽ ഇനിയിപ്പോൾ CPIM കേന്ദ്ര നേതൃത്വത്തെ ഇടപെടിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും CPI നടത്തുക. നമുക്കറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത പരാജയത്തിന് ശേഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവരുത് എന്ന ഉറച്ച സ്റ്റാൻഡായിരുന്നു CPI എടുത്തിരുന്നതെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടുള്ള തീരുമാനമാണ് CPIM എടുത്തത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മാറി. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ CPIM പറയുന്നത് മാത്രമല്ല നടക്കുക, CPI പറയുന്നത് കൂടി നടക്കണം എന്നുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതൃ പദവി വേണം എന്ന ആവശ്യം പരസ്യമായി മാധ്യമങ്ങളിലൂടെ പതിവില്ലാത്ത വിധം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിവിടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാത്രവുമല്ല, ദേശീയ സെക്രട്ടറി D രാജയും ഇതേ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് CPI ആകെ നാണം കെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉപനേതൃ പദവി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ പ്രതിപക്ഷ ഉപനേതൃ പദവി അത് CPIM-ന് ഉള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ CPIയുടെ രാഷ്ട്രീയ അസ്തിത്വമാണ് ഇല്ലാതായത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള പാർട്ടി ഗൗരവമായി CPI ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഷിഹാസ്.